ഇപ്പോഴേയും കടന്ന സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. കാവേരി അച്ഛൻ്റെ സ്ഥലം ഇനി എങ്ങനെ തിരിച്ചെടുക്കും എന്നൊക്കെ ആലോചിച്ച് അച്ഛൻ വാങ്ങി എന്ന് പറഞ്ഞ് ജയപാലൻ തട്ടിയെടുത്ത ആ തോട്ടത്തിൽ വന്ന് സങ്കടം സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരയുവാണ്. കാവേരി ഒറ്റയ്ക്ക് വന്നിരുന്ന് കരയുന്നത് ശിവരാമനും കാണുന്നുണ്ട്. കാവേരി അവിടെ ഇരുന്ന് വിഷമത്തിൽ അച്ഛനെ ഓർത്ത് പറയാണ്, ഈ തോട്ടം നമ്മുടേതാണെന്ന് തെളിയിക്കാൻ എന്തേലും ഒരു തെളിവ് എനിക്ക് കാണിച്ചു താ അച്ഛ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ഇരിക്കുവാണ് കാവേരി. കാവേരിയെ കാണുന്ന ശിവരാമനും സങ്കടാവുണ്ട്. ശിവരാമന് സത്യം എന്താണെന്ന് അറിയാം. പക്ഷേ ജയപാലിനെ പേടിച്ച് ഒന്നും കാവേരിയോട് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. കാവേരി വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ശിവരാമൻ കാവേരിയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് കാവേരിയോട് പറയാണ്, ദയവ് ചെയ്ത് കാവേരി ഇവിടുന്ന് പോണം. ജയപാലൻ വരുന്ന സമയമാകാറായി. നീ ഇവിടെ ഇരിക്കുന്നേ കണ്ടാൽ അത് പിന്നെ വേറെ പ്രശ്നമാകും. കാവേരിക്ക് അപ്പോൾ ദേഷ്യം വന്നിട്ട് ശിവരാമനോട് പറയാണ്, ഇതതിന് ജയപാലന്റെ തോട്ടമൊന്നുമല്ല, എൻ്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ തോട്ടമാണ്. അപ്പോൾ വീണ്ടും ശിവരാമൻ കാവേരിയോട് ഇവിടുന്ന് പോണം, നിന്നെ ഇവിടെ കണ്ടാൽ ജയപാലൻ നിന്നെയും ചീത്ത പറയും, അതുപോലെ എന്നെയും പറയും. അത് പിന്നെ വലിയ പ്രശ്നമാകും. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. നീ ഇവിടുന്ന് ദയവ് ചെയ്തൊന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശിവരാമൻ. കാവേരി അപ്പോൾ ശിവരാമനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ തോട്ടത്തിന്റെ സത്യം എന്താണെന്ന് അറിയോ? ശിവരാമൻ ജയപാലിനെ പേടിച്ച് എനിക്ക് ഒന്നും അറിയൂല എന്ന് പറയാണ്. കാവേരി വീണ്ടും ശിവരാമനോട് ചോദിക്കുകയാണ്, ഈ തോട്ടം എൻ്റെ അച്ഛൻ വാങ്ങിയതാണെന്ന് നിങ്ങൾക്ക് അറിയൂലേ? നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയുമെങ്കിൽ എന്നോട് പറയും. ശിവരാമൻ അപ്പോഴും എനിക്കറിയൂല, ജയപാലൻ വരാൻ സമയമായി. കാവേരി ഇവിടുന്ന് പോണം, ജയപാലൻ കണ്ടാൽ വലിയ പ്രശ്നമാകും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാവേരി അപ്പോൾ ശിവരാമനോട് പറയാണ്, എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് വാങ്ങിയ തോട്ടമാണ് ഇത്. അത് എനിക്ക് തെളിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ശിവരാമന് സത്യം കാവേരിയോട് പറയാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ കാവേരിയോട് പറയാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കാവേരി? എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയൂല എന്ന വിഷമത്തിൽ പറയാണ് ശിവരാമൻ. അത് കേൾക്കുന്ന കാവേരി ശിവരാമനോട് പറയാണ്, നിങ്ങൾ എന്തോ എന്നിൽ നിന്ന് മറിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. ജയപാലൻ ഞങ്ങളെ ചതിച്ചത് തന്നെയല്ലേ? നിങ്ങൾക്ക് അതറിയുമെന്ന് എനിക്ക് മനസ്സിലായി. ശിവരാമന് സത്യം പറയാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട്. എന്നിട്ടും കാവേരിയോട് സത്യം പറയാതെ കാവേരിയോട് പോകാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാവേരി അപ്പോൾ ശിവരാമനോട് പറയാണ്, എൻ്റെ അച്ഛൻ പാവമാണ്, കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച പണമാണ് അതാണ് ഈ ജയപാലൻ ചതിച്ചത്. അതറിഞ്ഞിട്ടും ഒന്നും പറയാതെ ഇരിക്കുവല്ലേ നിങ്ങള്? അന്ന് ഞാൻ വന്നപ്പോഴും നിങ്ങൾ എന്തോ എന്നോട് പറയാൻ വന്നു, പക്ഷേ അന്ന് നിങ്ങൾക്കത് പറയാൻ പറ്റിയില്ല. അങ്കിള് ഇന്നെങ്കിലും അങ്കിളിന് അറിയാവുന്ന ആ സത്യം എന്നോട് പറയ് എന്ന സങ്കടത്തിൽ കാവേരി ശിവരാമനോട് ചോദിക്കുകയാണ്. ശിവരാമൻ അപ്പോ ജയപാലൻ അരവിന്ദനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടം വരുന്നുണ്ട്. കാവേരി ശിവരാമനെ നിർബന്ധിച്ചോണ്ടിരിക്കുമ്പോൾ, അങ്കിള് അറിയാവുന്ന സത്യം പ്ലീസ് പറയ് അങ്കിളെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് ജയപാലൻ അങ്ങോട്ട് വരുന്നേ. ശിവരാമൻ സത്യം പറയാൻ നിൽക്കുമ്പോഴേക്കും ജയപാലൻ ശിവരാമനെ വിളിക്കുവാണ്. എന്നിട്ട് ശിവരാമനോട് ചോദിക്കുകയാണ്, എന്താണ് നീ അവിടെ ചെയ്യുന്നത്? ജയപാലനെ കണ്ട് ശിവരാമൻ ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഒന്നുമില്ലേ സാറേ, ഞാൻ വെറുതെ ഇവളോട് സംസാരിച്ചതാണ്. ഞാൻ ഇപ്പോൾ തന്നെ ബാക്കി പണി ചെയ്തോളാം എന്ന് പറഞ്ഞ് ശിവരാമൻ പോവുകയാണ്. ജയപാലൻ അപ്പോൾ ശിവരാമനോട് പറയാണ്, കാവേരിയെ പുറത്താക്ക്. പുറത്തുനിന്നുള്ളവരെ ഇവിടേക്ക് കയറ്റരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് ശിവരാമനോട് ചൂടാകുകയാണ് ജയപാലൻ. കാവേരി അപ്പോൾ ജയപാലനോട് പറയാണ്, ഇതെന്റെ തോട്ടമാണ്, ഞാൻ എന്തിനു പുറത്തു പോകണം എന്ന് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. അപ്പോൾ ജയപാലൻ കാവേരിയുടെ അടുത്ത് വന്ന് പറയാണ്, ഈ സ്ഥലം എൻ്റേതാണ്. എന്നിട്ട് കാവേരിയോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയാണ് ജയപാലൻ. അപ്പോൾ കാവേരി ജയപാലനെ വെല്ലുവിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. കാവേരി ജയപാലനോട് പറയാണ്, ഒരു ദിവസം നിനക്ക് ഇതിനുള്ള തിരിച്ചടി എന്തായാലും കിട്ടും.
അതിനിനി അധികം സമയമൊന്നുമില്ല. നിന്നെ ഞാൻ അകത്താക്കാതെ വിടൂല എന്ന് പറഞ്ഞിട്ടാണ് കാവേരി പോകുന്നത്. എന്നിട്ട് കാവേരി വീട്ടിലേക്കാണ് വരുന്നത്. കാവേരി അച്ഛൻ്റെ പെട്ടിയൊക്കെ തുറന്ന് നോക്കുവാണ്. അച്ഛൻ്റെ പെട്ടി കാണുമ്പോൾ കാവേരിക്ക് അച്ഛനെ ഓർമ്മ വരുവാണ്. എന്നിട്ട് സങ്കടം വരുന്നുണ്ട് കാവേരിക്ക്. ആ പെട്ടി തുറന്ന് നോക്കുമ്പോൾ കുറെ ഡ്രസ്സുകളൊക്കെയാണ് കാണുന്നത്. അത് കാണുമ്പോൾ കാവേരിക്ക് സങ്കടമാവുന്നുണ്ട് അച്ഛനെ ഓർത്ത്. എന്നിട്ട് കാവേരിക്ക് അച്ഛൻ്റെ ഫോണ് ആ പെട്ടിയിൽ നിന്ന് കിട്ടുവാണ്. അതുപോലെ തന്നെ ഒരു ഡയറിയും കിട്ടുന്നുണ്ട്. ആ ഡയറിയിൽ ജയബാലന് തോട്ടം വാങ്ങാൻ കൊടുത്ത കണക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഉള്ളത്. അതിൽ അരവിന്ദൻ എഴുതി വച്ചിരിക്കുന്നത് തോട്ടം വാങ്ങാനുള്ള മുഴുവൻ ക്യാഷും കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ ഭാര്യയെയും മക്കളെയും കൂട്ടി ആ സ്ഥലം അവർക്ക് കാണിച്ചു കൊടുക്കണം. അവരുടെ സന്തോഷം എനിക്ക് നേരിട്ട് തന്നെ കാണണം. നാട്ടിൽ വന്നിട്ട് വേണം ആ സ്ഥലം എൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ. ഇത് വായിക്കുന്ന കാവേരിക്ക് കൂടുതൽ വിഷമാവുകയാണ്. കാവേരി എന്നിട്ട് അച്ഛൻ്റെ ഫോണിൽ എന്തെങ്കിലും തെളിവുണ്ടോയെന്ന് നോക്കുവാണ്. അപ്പോഴാണ് അതിൽ ജയപാലൻ്റെയും അരവിന്ദിൻ്റെയും വാട്സപ്പ് ചാറ്റ് കാവേരി കാണുന്നത്. അതിൽ അരവിന്ദൻ ജയപാലനോട് പറയുന്നത്, തോട്ടം വാങ്ങാനുള്ള മുഴുവൻ പണവും നിനക്ക് തന്നപ്പോൾ ആണ് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നത്. ഞാൻ അങ്ങനെ തോട്ടം വാങ്ങി ജയപാലൻ അപ്പോൾ പറയുന്നത്, എല്ലാം നിന്റെ അധ്വാനമാണ് അരവിന്ദ. നീ തന്ന പണമെല്ലാം ആ തോട്ടത്തിന്റെ ഓണർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി രജിസ്ട്രേഷനുള്ള പണമാണ് എൻ്റെ കയ്യിലുള്ളത്. അത് നീ വരുമ്പോൾ ഞാൻ തരാം. ഇത് വായിക്കുന്ന കാവേരിക്ക് കൂടുതൽ ദേഷ്യമാണ് വരുന്നത്. എന്നിട്ട് കാവേരി അച്ഛനെ ഓർത്ത് വിഷമത്തിൽ പറയാണ്, അച്ഛൻ എന്ത് പണിയായി ചെയ്തു വെച്ചേ? ആ ജയപാലൻ അച്ഛനെ ഇങ്ങനെ ചതിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയാണ് കാവേരി. വിനീതിന് അവിടെ അടുത്തുള്ളൊരു പള്ളിയിലെ ഫാദറിന്റെ അടുത്തുനിന്ന് കുറെ യൂണിഫോം തയ്ക്കാനുള്ള ഓർഡർ കിട്ടുന്നുണ്ട്. ജയബാലൻ ആ തോട്ടത്തിലെ പണിക്കാരനായ ശിവരാമന് എന്തൊക്കെ പണിയാണ് ആ തോട്ടത്തിൽ ചെയ്യാനുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോഴാണ് കാവേരി ദേഷ്യത്തിൽ ആ തോട്ടത്തിൽ വന്ന് ജയബാലനെ വിളിക്കുന്നത്. എന്നിട്ട് ജയബാലന്റെ അടുത്ത് വന്ന് പറയാണ്, നീ എന്താ പറഞ്ഞേ? എൻ്റെ അച്ഛൻ ഈ തോട്ടം വാങ്ങാൻ നിനക്ക് പൈസ തന്നിട്ടില്ലെന്നോ? എൻ്റെ അച്ഛൻ നിനക്ക് എത്ര പൈസ തന്നു എന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ അച്ഛൻ്റെ ഈ ഡയറിയിലുണ്ട്. നിങ്ങൾ തോട്ടത്തെ പറ്റി സംസാരിച്ച ഡീറ്റെയിൽസ് ഫുള്ളും എൻ്റെ അച്ഛൻ്റെ വാട്സപ്പ് ചാറ്റിൽ ഉണ്ട്. പിന്നെ നീ ഏതൊക്കെ ഡേറ്റിലാണ് എൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങിയത് എന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ എൻ്റെ അമ്മയ്ക്ക് വീട്ടു ചെലവിന് കൊടുത്തത് കൂടാതെ എത്ര പണം എൻ്റെ അച്ഛനിൽ നിന്നും നീ വാങ്ങിയെന്ന് എനിക്കറിയാം. ഇനിയും നീ ആരോടാണ് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാത്തിൻ്റെയും തെളിവ് ഇതിലുണ്ട്. നീ ഒക്കെ ഒരു ഫ്രണ്ടാണോ? എൻ്റെ അച്ഛന് നിന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. നീ ഇങ്ങനെ ചതിക്കുമെന്ന് എൻ്റെ അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവൂല. ഇതിന് നീ എന്താ പറയാ? ഇതും കള്ളമാണെന്ന് നിനക്ക് പറയാൻ പറ്റൂ? ജയബാലൻ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. കാരണം ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് ജയബാലന് മനസ്സിലായി. കാവേരി എന്നിട്ട് ജയബാലനോട് പറയാണ്, ഈ തോട്ടം എൻ്റെ അച്ഛൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അത് ഞാൻ തിരിച്ചു എടുക്കും എന്ന് വെല്ലുവിളിച്ചിട്ടാണ് കാവേരി അവിടുന്ന് പോകുന്നത്. എന്നിട്ട് കാവേരി വീട്ടിൽ വന്നിട്ട് ശാരദയ്ക്കും ഗംഗയ്ക്കും അച്ഛൻ ജയബാലന് കൊടുത്ത കണക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് കാവേരി ശാരദയോട് പറയാണ്, നമ്മുടെ അച്ഛൻ ജയബാലനെ വിശ്വസിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് അയാൾക്ക് കൊടുത്തത്. അച്ഛൻ അമ്മയോട് ഒരു ക്യാഷിന്റെ ഇടപാടും പറയാറില്ലേ? അപ്പോൾ ശാരദ പറയാണ്, എന്നോട് അരവിന്ദൻ പറയാറ്, ചെലവിനുള്ള പൈസ ഞാൻ ജയബാലനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവൻ കൊണ്ടുവന്ന് തരും, അത് മാത്രമേ എന്നോട് പറയാറുള്ളൂ എന്ന് പറഞ്ഞ് അരവിന്ദനെ ഓർത്ത് സങ്കടപ്പെടുവാണ് ശാരദ. കാവേരി അപ്പോൾ പറയാണ്, ചെലവിൻ്റെ പൈസ അരവിന്ദൻ അമ്മയോട് പറയുന്നത് കൊണ്ട് മാത്രമാണ് ആ പൈസ അതുപോലെ അമ്മയ്ക്ക് ജയബാലൻ കൊണ്ടുവന്ന് തരുന്നത്. ഈ ചെലവിൻ്റെ പൈസയ്ക്ക് പുറമെ ലക്ഷക്കണക്കിന് പൈസയാണ് ജയബാലൻ തോട്ടത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ അച്ഛനിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. ശാരദ അപ്പോൾ പറയാണ്, അരവിന്ദൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ ആ ജയബാലൻ അരവിന്ദനിൽ നിന്നും
പറ്റിച്ചത് എന്ന് സങ്കടപ്പെട്ട് കരയുവാണ് ശാരദ. കാവേരി അപ്പോൾ പറയാണ്, ജയപാലിനെതിരെ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ അടുത്ത് തെളിവുകളില്ലേ? നമ്മുടെ അച്ഛന് വേണ്ടി ഞാൻ ഇത് ചെയ്യും. പിറ്റേന്ന് രാവിലെ ശാരദയ്ക്ക് നിളയുടെ സ്കൂളിൽ നിന്നും കോള് വരികയാണ്. ശാരദ ഫോൺ വിളിച്ച് കരഞ്ഞുകൊണ്ട് വരുവാണ്. അത് കാണുന്ന വിനീതും ഗംഗയും അച്ചമ്മയും കാവേരിയും എന്ത് പറ്റി എന്ന് ചോദിക്കുവാണ്. ശാരദ നിളമോളെ എന്നും പറഞ്ഞുകൊണ്ട് കരയുവാണ്. അപ്പോ നിളയ്ക്ക് എന്തു പറ്റിയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ശാരദ അപ്പോൾ അവരോട് പറയാണ്, നിളയ്ക്ക് വയ്യാന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് കോള് വന്ന് അവൾക്ക് എന്തോ പറ്റിയണ്, അവള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണെന്നാ പറഞ്ഞേ എന്നും പറഞ്ഞ് നിളയെയും വിളിച്ച് സങ്കടപ്പെട്ട് കരയുവാണ് ശാരദ. അത് കേട്ട് എല്ലാവർക്കും ടെൻഷൻ ആവുകയാണ്. കാവേരി അപ്പോൾ ശാരദയുടെ ഫോൺ വാങ്ങി സ്കൂളിലേക്ക് വിളിച്ചു നോക്കുവാണ്. നിളയുടെ ടീച്ചർ കോൾ എടുത്തപ്പോൾ നിളയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കാവേരി. അപ്പോൾ ടീച്ചർ കാവേരിയോട് പറയാണ്, നിള ക്ലാസ് റൂമിൽ തലകറങ്ങി വീണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നോക്ക്. എന്നിട്ട് ഹോസ്പിറ്റലിന്റെ പേരും അഡ്രസ്സും ഒക്കെ ടീച്ചർ കാവേരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ നിളയെ കാണാൻ പോകുവാണ്. നിളയെ റൂമിൽ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുവായിരുന്നു. ശാരദയും കാവേരിയും ഗംഗയും വിനീതും ഒക്കെ നിളയുടെ അടുത്ത് വന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ്. നിള അവരെ കണ്ട് കരയുവാണ്. എന്നിട്ട് ശാരദയോട് പറയാണ്, എനിക്ക് പേടിയാവുന്നു അമ്മ. അപ്പോ നിളയോട് വിനീതും കാവേരിയും ഗംഗയും ഒക്കെ പറയാണ്, പേടിക്കണ്ട നിളമോളെ, നിനക്കൊന്നുമില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, നീ പേടിക്കണ്ട എന്നും പറഞ്ഞ് കാവേരിയെ ആശ്വസിപ്പിക്കുവാണ്. നിള അപ്പോ പേടിയാവണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാവേരിയും ശാരദയും ഒക്കെ പറയാണ്, പേടിക്കണ്ട നിളമോളെ, നിനക്ക് ഒന്നുമില്ല, ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം, നീ പേടിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് എല്ലാവരോടും പുറത്ത് നിൽക്കാൻ പറയുന്നുണ്ട്. അവരെല്ലാവരും അപ്പോൾ റൂമിന് പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കാവേരി ടീച്ചറിനോട് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുവാണ്. ടീച്ചർ പറയാണ്, അവള് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല, അവള് തലകറങ്ങി വീഴുന്നതാണ് കാണുന്നത്. ഞങ്ങളൊക്കെ അത് കണ്ട് പേടിച്ചു പോയി, അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങള് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. കാവേരിയും ഗംഗയും വിനീതും ശാരദയും ഒക്കെ നിളയെ ഓർത്ത് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുവാണ് പുറത്ത്. ഡോക്ടർ വന്ന് പറയാണ്, അവളുടെ ഹാർട്ടിൽ ചെറിയ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും ടെൻഷൻ ആവുകയാണ്. എല്ലാവർക്കും സങ്കടാവുന്നുണ്ട് അത് കേട്ടിട്ട്. ഗംഗ അപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുവാണ്, ഇപ്പോ എങ്ങനെയുണ്ട് നിളയ്ക്ക്, കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ പറയാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്, സീനിയർ ഡോക്ടർ വന്നാൽ ചെക്ക് ചെയ്യണം, എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ആ ഡോക്ടർ പോകുകയാണ്. എല്ലാവർക്കും നിളയുടെ അവസ്ഥ കേട്ട് വിഷമാവുകയാണ്. എന്നിട്ട് ടെസ്റ്റിന്റെ ബില്ല് കാവേരിയാണ് അടയ്ക്കുന്നത്. ഗംഗയും വിനീതും ബാക്കി പൈസ എടുക്കാനായി വീട്ടിലേക്ക് ചെല്ലുവാണ്. കോളേജ് കഴിഞ്ഞ് വരുന്ന യമുന ഗംഗയും വിനീതും വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോ അവരെവിടോ ട്രിപ്പ് പോയി വരികയാണെന്ന യമുന കരുതുന്നേ. അതുകൊണ്ട് തന്നെ അവരെ കളിയാക്കാനായി ചോദിക്കുവാണ്, എവിടെ പോയതാ, കറങ്ങാൻ പോയതാണോ എന്ന് ചോദിക്കാണ്. അവരപ്പോ ഒന്നും മിണ്ടാതെ നിളയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചാണ് അങ്ങോട്ട് കയറി വരുന്നത്. അവര് മിണ്ടാതിരിക്കുന്ന കണ്ടപ്പോ യമുന അവരോട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അച്ഛമ്മ അപ്പോൾ വന്നിട്ട് നിളമോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഗംഗയോട് ചോദിക്കുവാണ്. അപ്പോഴാണ് യമുന നിളയ്ക്ക് എന്തോ പറ്റിയെന്ന് അറിയുന്നത്. എന്നിട്ട് ഗംഗയോട് നിളയ്ക്ക് എന്തോ പറ്റിയെന്ന് ചോദിക്കുവാണ് യമുന. അപ്പൊ ഗംഗ പറയാണ്, നിള സ്കൂളിൽ തലകറങ്ങി വീണു, ഇപ്പോ ഹോസ്പിറ്റലിലാണ് എന്ന് പറയാണ്. അത് കേട്ട് യമുനയ്ക്കും സങ്കടാവുകയാണ്. എന്നിട്ട് യമുന നിളയുടെ അടുത്തേക്ക് പോകുവാണ്. എന്നിട്ട് പിന്നെ എല്ലാവരും തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ വരുവാണ്. സീനിയർ ഡോക്ടർ വന്ന് അവരോട് പറയാണ്, നിളയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും, ഹാർട്ടിൽ പ്രോബ്ലം ഉണ്ട്. അത് കേട്ട് എല്ലാവർക്കും സങ്കടാവുകയാണ്. നിളയുടെ അവസ്ഥ കേട്ട് എല്ലാവരും ടെൻഷൻ ആകുന്നുണ്ട്. ഡോക്ടർ പറയാണ്, ഓപ്പറേഷൻ പെട്ടെന്ന് നടത്തുന്നതാണ് നല്ലത്, ഒരുപാട് ദിവസം കഴിഞ്ഞാൽ അത് സീരിയസ് ആകും
പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോഴത്തേക്ക് ഞാൻ മരുന്ന് എഴുതിയിട്ടുണ്ട്. അവരെല്ലാവരും നിളയ്ക്ക് ഓപ്പറേഷൻ വേണം എന്നറിഞ്ഞ് ടെൻഷൻ ആകുന്നുണ്ട്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഓപ്പറേഷൻ നിളയ്ക്ക് വേദന എടുക്കൂലേ എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുവാണ് ശാരദ. എല്ലാവരും നിളയുടെ അവസ്ഥ അറിഞ്ഞ് സങ്കടപ്പെട്ട് കരയുവാണ്. എന്നിട്ട് അവര് നിളയെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷനുള്ള ക്യാഷ് റെഡി ആയിട്ട് വേണം അവർക്ക് ഇനി ഹോസ്പിറ്റലിലേക്ക് വരുവാൻ. അതുകൊണ്ട് തന്നെ തൽക്കാലത്തിന് മരുന്ന് വാങ്ങി പോകുവാണ് അവര്. വീട്ടിൽ വന്നിട്ടും ശാരദ നിളയുടെ അവസ്ഥ ആലോചിച്ച് വിഷമിച്ച് കരയുവാണ്. അപ്പോ കാവേരിയും ഗംഗയും വന്ന് ശാരദയെ ആശ്വസിപ്പിക്കുകയാണ്. ശാരദ അപ്പോ വിഷമത്തില് അവരോട് പറയാണ്, നിള കുഞ്ഞല്ലേ, അവൾക്ക് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അവൾക്ക് സഹിക്കാൻ പറ്റോ? അരവിന്ദനും കൂടെയില്ല. ഞാൻ ജീവിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ. നിളയ്ക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് അത് സഹിക്കാൻ പറ്റൂല. നമ്മുടെ ജീവിതത്തിൽ മാത്രം എന്താ ദുരന്തത്തിന് മേലെ ദുരന്തം വന്നുകൊണ്ടിരിക്കുന്നേ. നമുക്ക് നിളയുടെ ഓപ്പറേഷൻ നടത്താനുള്ള ക്യാഷും നമ്മളിലില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യാ എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് കരയുവാണ് ശാരദ. കാവേരിയും ഗംഗയും ശാരദ കരയുന്നത് കണ്ടിട്ട് നിളയുടെ ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവർക്കും സങ്കടാവുന്നുണ്ട്. എന്നിട്ട് കാവേരിയും വിനീതും ഗംഗയും നിളയുടെ ഓപ്പറേഷന് വേണ്ട ക്യാഷ് എങ്ങനെ റെഡിയാക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുവാണ്. അവരെന്നിട്ട് പറയുന്നുണ്ട്, വീട് പണയം വെക്കാം എന്ന് വെച്ചാൽ ബാങ്കുകാർക്ക് അറിയാം നമ്മുടെ കയ്യിൽ തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ലാന്ന്. അതുകൊണ്ട് തന്നെ അവര് ലോണ് തരാൻ ചാൻസ് കുറവാണ്. കാവേരി അപ്പൊ പറയാണ്, ആ തോട്ടമില്ലേ, ആ തോട്ടം നമുക്ക് തിരിച്ചു കിട്ടിയ നമ്മുടെ അച്ഛന്റെ ക്യാഷ് നമുക്ക് കിട്ടും. ഞാനത് തിരിച്ചു വാങ്ങും ആ ജയപാലന്റെ അടുത്ത് നിന്ന്. എന്നിട്ട് കാവേരി ശിവരാമനെ കാണുവാൻ പോകുവാണ്. ശിവരാമന് സത്യം അറിയാമെന്ന് കാവേരിക്ക് അറിയാം. അത് ചോദിക്കാൻ വേണ്ടി പോകുവാണ് കാവേരി. എന്നിട്ട് കാവേരി ശിവരാമനോട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ നല്ലോണം അറിയൂലേ, നിങ്ങൾ എൻ്റെ അച്ഛനോട് സംസാരിക്കാറുണ്ടായിരുന്നോ? ശിവരാമൻ അപ്പോ പറയാണ്, നിന്റെ അച്ഛനെ എന്നെ നല്ല കാര്യമായിരുന്നു. നാട്ടിൽ വരുമ്പോ എനിക്ക് സെന്റും ഡ്രസ്സും ഒക്കെ വാങ്ങി തരുമായിരുന്നു നിന്റെ അച്ഛൻ. അതുമാത്രമല്ല, എൻ്റെ അച്ഛന് പെട്ടെന്ന് ഓപ്പറേഷൻ വേണ്ടി വന്നപ്പോ അതിനുള്ള ക്യാഷ് വരെ നിന്റെ അച്ഛനാണ് എനിക്ക് തന്ന് സഹായിച്ചത്. കാവേരി അപ്പൊ പറയാണ് ശിവരാമനോട്, എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛന് നിങ്ങളെ അത്രയ്ക്കും ഇഷ്ടമാണെന്ന്. കാരണം ഈ ഡയറിയിൽ നിങ്ങളെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ അച്ഛൻ എഴുതി വച്ചിട്ടുണ്ട്. അരവിന്ദൻ എഴുതിയത് നാട്ടിൽ വന്നിട്ട് ആ തോട്ടം വാങ്ങണം, എന്നിട്ട് ശിവരാമൻ വേണം ആ തോട്ടം നോക്കി നടത്താൻ. ശിവരാമന് കാലുവേദന ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അധികം പണിയൊന്നും ശിവരാമനെ കൊണ്ട് എടുപ്പിക്കില്ല. എനിക്ക് ഒരു കൂട്ടായി നിന്നാ മാത്രം മതി. ഇതൊക്കെ വായിക്കുന്ന ശിവരാമന് അരവിന്ദനെ ഓർത്ത് സങ്കടാവുന്നുണ്ട്. കാവേരി അപ്പോൾ ശിവരാമനോട് ചോദിക്കുവാണ്, ഈ തോട്ടം എൻ്റെ അച്ഛൻ്റെതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഞാനൊരു സംശയം ചോദിക്കട്ടെ? എൻ്റെ അച്ഛൻ അവസാനമായി നാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പോകുവാണെന്നാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ ജയപാലൻ എങ്ങനെയാ അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തേ? എൻ്റെ അച്ഛൻ വന്നാൽ ചോദിക്കുമെന്ന് അവർക്ക് അറിയൂലേ? പിന്നെ എന്ത് ധൈര്യത്തിലാണ് ജയപാലൻ അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തേ? അങ്കിളിന് അറിയാവുന്ന സത്യം എന്നോട് പറയോ പ്ലീസ്. നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ നല്ല കാര്യമായിരുന്നു ഓർക്കാറുണ്ടെന്ന് ഒക്കെയല്ലേ പറഞ്ഞേ. നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുവാണ് കാവേരി. ശിവരാമൻ അപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റാതെ കാവേരിയോട് സത്യം തുറന്നു പറയുവാണ്. കാവേരിയോട് പറയാണ്, നിന്റെ അച്ഛൻ അവസാനമായി നാട്ടിൽ വന്നപ്പോൾ ജയപാലനോട് ഈ സ്ഥലം എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. ജയപാലൻ അപ്പോൾ അരവിന്ദനോട് അവരുടെ മുഖത്ത് നോക്കി പറയുമായിരുന്നു, ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല, വേറെ ആരോ വാങ്ങി, നീ അതിന് ക്യാഷ് തന്നില്ലാലോ എന്നൊക്കെ. അത് കേട്ട് സ്വന്തം സുഹൃത്ത് ചതിച്ചതറിഞ്ഞ് നെഞ്ച് തകർന്നിട്ടാണ് നിന്റെ അച്ഛൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. നിന്റെ അച്ഛന് മനസ്സിലായി സ്വന്തം സുഹൃത്തിൽ നിന്നും ഞാൻ ചതിക്കപ്പെട്ടു എന്ന്. അത് സഹിക്കാൻ പറ്റാതെ ഹൃദയം പൊട്ടിയാണ് നിന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടാകുക. അതും കൂടി കേട്ടപ്പോൾ കാവേരി സങ്കടം സഹിക്കാൻ പറ്റാതെ കരയുവാണ്. അച്ഛൻ അതു കാരണമാണ് മരിച്ചത് എന്നറിഞ്ഞ്
ജയപാലിനോടുള്ള ദേഷ്യം കൂടുവാണ് കാവേരിക്ക്. അവനെ ഞാൻ വെറുതെ വിടൂല എന്ന് പറഞ്ഞ് ജയപാലന്റെ വീട്ടിലേക്ക് പോകുവാണ് കാവേരി. എന്നിട്ട് ദേഷ്യത്തിൽ ജയപാലിനോട് പറയാണ്, നീ കാരണമാണല്ലേ എൻ്റെ അച്ഛൻ മരിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടൂല. നീ ഇത്രയും വലിയ ക്രൂരനാണെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. പാവം, നിന്നെ അത്രയ്ക്കും വിശ്വസിച്ച് കൂടെ നടന്ന എൻ്റെ അച്ഛനെ അല്ലേ നീ ചതിച്ചു കൊന്നത്. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോണില്ല എന്ന് പറഞ്ഞിട്ടാണ് കാവേരി അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാവേരി ജയപാലിനെ തകർക്കാൻ ഒരുങ്ങുവാണ്. സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന കാവേരിക്ക് കൂട്ടായി അരനും കൂടെ നിൽക്കുന്നതോടെ ജയപാലൻ തട്ടിയെടുത്ത അരവിന്ദൻ്റെ തോട്ടം അവർക്ക് തന്നെ തിരികെ കിട്ടാൻ പോകുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.